ഹായ്, ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിലുണ്ടായ ഒരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. എൻ്റെ അനിയത്തി കഴിഞ്ഞ ആഴ്ച ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. വഴുതി വീണതാണ്. ബാത്റൂമിലൊന്ന് വഴുതി വീണിട്ടുണ്ടായിരുന്നു. കൈയുടെ ഈ ഭാഗത്ത് പൊട്ടലുണ്ട്, 2 പൊട്ടലുണ്ട്. അപ്പോൾ അവിടെ വീണ സമയത്ത് ഭയങ്കര വിളിയും കരച്ചിലും ഒക്കെ ആയിരുന്നു. വേദന സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾക്ക് ഇത്തിരി ഒരു ബോഡി വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഉടനെ തന്നെ സർജറി വേണമെന്ന് എന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു. അവൾ ബാംഗ്ലൂരിൽ ഡോക്ടറാണ്. ഇപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളും അവിടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. ആ സർജറി എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ പേടിച്ചു പോയി. പെട്ടെന്നൊന്നത് നമ്മുടെ അടുത്തില്ല, വേറെ ദൂരെയാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണോ, അത് വേണം, ഇത് വേണമെന്ന് കേൾക്കുമ്പോൾ ഫോണിൽ കൂടി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ടെൻഷനും ഇതൊക്കെ ആയിപ്പോവില്ലേ. അപ്പോൾ പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ചോദിച്ച് മനസ്സിലാക്കി എന്തായാലും സർജറി ചെയ്യാം എന്ന രീതിക്ക് എത്തി. ആദ്യമൊക്കെ എല്ലാവരും എതിർത്തു, സർജറി ചെയ്യേണ്ട, എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് സർജറി ചെയ്യാം എന്നുള്ള തരത്തിലായിരുന്നു. കാരണം അങ്ങോട്ടേക്ക് ആർക്കും പോകാനൊരു പെട്ടെന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റില്ലല്ലോ ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ ആ ഒരു തരത്തിലായിരുന്നു. എന്തായാലും അനുജൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർജറി അവൾ എത്തിയപ്പോഴത്തേക്കും സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സർജറിക്ക് 47 എത്രയോ ആയി. സർജറിക്ക് എല്ലാം കൂടെ 47,000 രൂപ ആയിട്ടുണ്ട്. സർജറി ചെയ്തു. അവളെയും കൂട്ടി നാട്ടിൽ വന്നു. 2 ദിവസം ആയപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് കൈ വേദനിക്കുന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ സർജറി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ നീരും വേദനയും കാര്യങ്ങളൊക്കെ കൊണ്ടാകാം ഇങ്ങനെയൊക്കെ കൈവേദനയൊക്കെ വരുന്നെന്ന് കരുതി ഞങ്ങൾ വളരെ കാര്യമാക്കിയില്ല. വേദന സഹിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഇവള് കൈ ഇത്രയധികം വേദന എന്നൊക്കെ പറയുന്നല്ലോ, ഇന്ന് എന്തായാലും കൊണ്ടുവന്ന് നെയ്യാറ്റിങ്കര ഉള്ള നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് കരുതി. അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ചോദിച്ചു, ഇത് ആരാണ് സർജറി ചെയ്തത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്, ഒരു കുട്ടിയുടെ കൈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ല പ്രോപ്പറായിട്ടല്ല സർജറി ചെയ്തിരിക്കുന്നത്. കമ്പി ഇട്ടിരിക്കുന്നത് തന്നെ അതൊരു കോണിച്ചാണ് ഇട്ടിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു വേദനയാണ്. കാരണം ആ കോണിച്ച് ഇട്ടിരിക്കുന്നതിൽ അവളുടെ എല്ല് കുറച്ചൊന്ന് ഉന്തി വരികയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറഞ്ഞു. ഇനി എന്തായാലും പ്ലാറ്റ് വെച്ചാൽ മാത്രമേ പ്ലാറ്റ് വെച്ച് ഒരു സർജറി കൂടെ ചെയ്യണം എന്ന രീതിക്ക് അവർ പറഞ്ഞു. പിന്നെയും സർജറി എന്ന് കേട്ടപ്പോൾ വീണ്ടും ടെൻഷനായി. കാരണം ഒരു സർജറി കഴിഞ്ഞു, അടുത്ത് അത് ശരിയായില്ല എന്ന രീതിക്ക് വരുമ്പോൾ എല്ലാവരും പേടിക്കുകയും ചെയ്യും. ഒരു വല്ലാത്തൊരവസ്ഥയായി. വീണ്ടും സർജറി ആണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ആ ഡോക്ടേഴ്സ് എല്ലാം വരച്ച് കാണിച്ച് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടു. കാരണം ഇവർ ഭയങ്കരമായിട്ട് ടെൻഷനായി പോയപ്പോഴത്തേക്കിനും അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുജനും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, നിംസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഒരു കെയറിങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവളുടെ സർജറിക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർജറി കഴിഞ്ഞു. സർജറിക്ക് ശേഷം ഇപ്പോൾ ICUയിൽ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഒരു സർജറി കഴിഞ്ഞ് ICUയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ICUയിൽ വെച്ച് അവളെ കിടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അനുജനും അമ്മയൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ. പിന്നെ ചേച്ചിയുണ്ട്, അവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ പോവും. അപ്പോൾ ഞാൻ ഈ പറയുന്നത്, അവളൊരു ഡോക്ടറായി ഇരുന്നിട്ട് പോലും അവൾക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. അതിന് ഞാൻ ആ ഒരു ഹോസ്പിറ്റൽ മാത്രം പറയുന്നതല്ല. ഇവിടെയും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇവിടെയും പ്രശ്നങ്ങളില്ല എന്നല്ല. നമ്മളെ കേരളത്തിലായാലും എവിടെ ആയിരുന്നാലും നമ്മുടെ നാട്ടിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഇടയ്ക്കാണല്ലോ ഈ വയറിനുള്ളിൽ കത്രികയൊക്കെ കിട്ടിയത്. ഞാൻ കത്രിക മറന്നു വെച്ചിട്ടില്ല, എങ്ങനെ എനിക്കൊരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നവരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഡോക്ടേഴ്സിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയില്ല. പ്രശ്നം എന്താണെന്നറിയില്ലെന്നല്ല,
ചിലരുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊക്കെ പഠിക്കില്ല, പഠിക്കാതെ നമുക്ക് ഡോക്ടേഴ്സ് ആവണം. ചില അമ്മമാരുടെ അച്ഛന്മാരുടെ ആഗ്രഹമാണ് എൻ്റെ മകൻ പഠിച്ച് ഡോക്ടർ ആവണം, എൻ്റെ മകൾ പഠിച്ച് ഡോക്ടർ ആവണം. അപ്പോൾ ഇതിൻ്റെ പേരിൽ എത്ര തന്നെ കാശ് മുടക്കാൻ അവർ തയ്യാറാണ്. അവർ കാശ് മുടക്കി അവർക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നു, അതും കൊണ്ട് നടന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറുന്നു, അടുത്തൊരു പേഷ്യൻറ്റിനെ കൊല്ലുന്നു, അവിടെ നിന്ന് മാറി വേറൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അടുത്ത് അവിടെ ഒരു പേഷ്യൻറ്റിനെ കൊല്ലുന്നു. ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 100 പേര് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരെ കാണുള്ളൂ പ്രോപ്പറായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ഡോക്ടർ എന്ന് വിളിക്കാൻ പറ്റുന്ന. അത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ കാണത്തുള്ളൂ. അല്ലാതെ എല്ലാവരും അവരൊരു ആ ഒരു ഡിഗ്രിക്ക് വേണ്ടി മാത്രം, ഡോക്ടർ ഡിഗ്രിക്ക് വേണ്ടി മാത്രം നടക്കുന്നവരാണ്. അവർക്ക് മനുഷ്യരുടെ വില അറിയില്ല, മനുഷ്യരുടെ ജീവന്റെ വില അറിയില്ല, അവരനുഭവിക്കുന്ന വേദന അറിയണ്ട, ഒന്നും അറിയണ്ട. അവർ വരുന്നു പോകുന്നു, അവരിഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെയാണിപ്പോൾ. നല്ല ഡോക്ടേഴ്സിന് കൂടെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. ഞാനിത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമുക്കത് നമുക്കത് മനസ്സിലാകുന്നുണ്ട്. പൈസയും ഒരുപാട് ചിലവായി. കാരണം അവിടെ ഒരു 47,000 രൂപ ഓപ്പറേഷനും സർജറിക്കും സർജറിക്ക് വേണ്ടി മാത്രമേ. പിന്നെ അങ്ങോട്ടേക്കുള്ള പോക്ക്, ഇങ്ങോട്ടേക്കുള്ള വരവ്, അല്ലാതെ അവിടെ ചിലവായ മെഡിസിൻസ്, അത് ഇത് എല്ലാം കൂടെ ഒരു 10,60,000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട് അവിടെ. അത് പോകാതെയാണ് ഇന്നത്തെ സർജറി 1,00,000 രൂപ ആയിട്ടുണ്ട്. ഇനി അത് പോകെ ഇനിയിപ്പോൾ മെഡിസിൻസ്, അല്ലെങ്കിൽ ഇനി അടുത്ത വാർഡിലേക്ക് മാറ്റും, റൂമിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ഇനി അവിടുത്തെ പൈസ, അതൊക്കെയും എടുത്ത് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് വരും, ഇല്ല എന്നല്ല. പക്ഷേ പൈസ എന്തായാലും പോകുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ എന്നാലും ആദ്യത്തെ ഒരു സർജറി ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയധികം ഒരു ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു. അപ്പോൾ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കുന്നവർ മനുഷ്യരുടെ ജീവൻ അത് രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ മറ്റൊരു തരത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയല്ല വേണ്ടത്. അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും അവർ മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടത്. അവരുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ഡോക്ടേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം. പക്ഷെ അവരോടൊക്കെയും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട്, ഓപ്പറേഷനായിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടത്ത് പോകുകയാണെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി, എനിക്ക് മനസ്സിലായില്ല എങ്കിൽ മനസ്സിലാകുന്ന തരത്തിലേക്ക് പറഞ്ഞു തരാൻ പറയണം. അതിനുശേഷം മാത്രമേ സർജറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ കയറ്റാവൂ, അത് ഓക്കെ പറയാവൂ. മുൻപ് എൻ്റെ അമ്മ ആക്സിഡൻ്റായി വീണ സമയത്ത് അമ്മയുടെ ഈ ഭാഗത്ത് ഒരു പൊട്ടലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാര്യമാക്കില്ല കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് വാ തുറക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രശ്നം പറഞ്ഞു. അന്ന് സർജറി ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ 2-3 ഭാഗത്ത് കൂടെ അവർ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്താ, ഇനി ചിലപ്പോൾ വാ അടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ഡോക്ടേഴ്സിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ വായിൽ നിന്ന് പഴുപ്പും ഇതൊക്കെ ഇങ്ങനെ ഒലിച്ച് വരികയാണെങ്കിൽ അത് ഡോക്ടേഴ്സിൻ്റെ പ്രശ്നമല്ല, ഇനി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ പ്രശ്നം. ഇങ്ങനത്തെയൊക്കെ എഴുതി തന്നപ്പോഴത്തേക്കും ഞാൻ എന്തായാലും പറഞ്ഞു സർജറി വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ അവിടെ ആദ്യമൊക്കെ എൻ്റെ അനിയനെയൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നു സർജറി വേണ്ടാന്ന രീതിക്ക് പറഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞു എന്ത് വന്നാലും കുഴപ്പമില്ല, എൻ്റെ അമ്മയ്ക്ക് സർജറി വേണ്ട എന്ന് ഞാൻ ഒറ്റ വാശിയായിരുന്നു. അങ്ങനെ സർജറി ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മ ഇപ്പോഴും ആഹാരം കഴിക്കുന്നുണ്ട്, ഇവിടെ അനക്കുന്നുണ്ട്, ഇവിടെ ഒലിപ്പില്ല, കാര്യങ്ങളില്ല, മറ്റു ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയൻ, അനിയത്തി, നിങ്ങളുടെ ബന്ധുക്കൾ ആര് തന്നെയായിരുന്നാലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അവർ സർജറിയോ മറ്റെന്ത് പ്രശ്നങ്ങളോ പറഞ്ഞിരുന്നാലും അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അത് വേണമെങ്കിൽ മാത്രം ചെയ്യുക. അതും നല്ല ഡോക്ടേഴ്സിനെ പോയി ചെന്ന് കണ്ട് തന്നെ ചെയ്യുക. അല്ലാതെ ഓടിച്ചാടി പിടിച്ച് അവർ ഭയങ്കരമായിട്ട് ധൃതി വെച്ച് ഇപ്പം തന്നെ ചെയ്യണം എന്ന് പറയുന്നവരടുത്ത്
നിങ്ങൾ കൂടുതലായിട്ട് നിൽക്കരുത്. കാരണം അവർ ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ തന്നെ ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ തന്നെ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും എന്നൊക്കെ രീതിക്ക് പറയുന്ന ഒരു ഡോക്ടേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. അവരുടെ അടുത്ത് ആ ഒരു സർജറിക്കോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ നിങ്ങൾ പോവുകയും ചെയ്യരുത്. സോ അതുകൊണ്ട് നിങ്ങൾ ദയവേത് നല്ല ഡോക്ടേഴ്സിനെ മാത്രം നിങ്ങൾ കണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും പറഞ്ഞ് അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നിൽക്കുക. ഓക്കെ, ഇത് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നത്. ഓക്കെ, ബൈ ബൈ.